ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഹാരിയ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബേബിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അൺബോക്സിംഗ് ആണ്. ഇതിനകത്ത് എന്താണെന്ന് അറിയാമോ? എന്തൊരു സാധനം? ഇത് ആര് വാങ്ങിച്ചു തന്ന ഇതെന്ന് പറയുന്ന ഒരു കിച്ചൺ സെറ്റ് ആണ്. ഇത് അതുപോലെ കൊച്ചിച്ച വാങ്ങിച്ചു കൊടുത്തതാണ്. അതുപോലെ പാചകമാണ് ഭയങ്കര ഇഷ്ടം. അപ്പൊ നമ്മളത് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അടുക്കളയിൽ ഭയങ്കര പാചകമാണ്. നമ്മുടെ പാത്രം, ഗ്ലാസ്, പിന്നെ സ്പൂണ്, അതുപോലെ തന്നെ പഴയ ഒരു മിക്സിയുടെ ജാറൊക്കെ വെച്ചിട്ടാണ് ഇത് ഭയങ്കരമായിട്ട് പാചകം ചെയ്യണം. അപ്പൊ അതുകൊണ്ട് പാവത്തം തോന്നിയിട്ട് ഋതുവിന് വേണ്ടി കൊച്ചൊക്കെ വാങ്ങിച്ചൊരു കിച്ചൺ സെറ്റാണിത്. ഇത് വാങ്ങിച്ചേക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് ആക്ച്വൽ പ്രൈസ് അതിൽ കൊടുത്തേക്കുന്ന 2000 രൂപയ്ക്കാണ്, 1999 രൂപ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നുമില്ല, എങ്കിലും അതായിട്ട് ക്രിസ്മസ് ഓഫർ കാണിച്ചിട്ട് അവർ 499 രൂപയ്ക്കാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ 495 രൂപയ്ക്കാണ് നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. കുടിക്കാൻ അപ്പോൾ ഇതാണ് ഋതുബേബിയുടെ കിച്ചൺ സെറ്റ്. ഇതാണ് ഋതുബേബിയുടെ കിച്ചൺ സെറ്റ്. പഠിക്കാൻ പറ്റും. പെട്ടി പൊട്ടിക്കുന്നു. ഫസ്റ്റ് ഋതുബേബിയില് സ്റ്റൗവും ഇത് സ്റ്റൗ, ഗ്യാസ്, മറ്റേ കറണ്ടിൽ വേവിക്കുന്ന അടുപ്പ്. ഇത് വാഷ് ബേസിനാണ്. അപ്പൊ ഇതിന്റെ പൈപ്പ് ഇവിടെ എവിടെയെങ്കിലും വെക്കാം, ഒന്ന് നോക്കാം. ഓക്കെ, കണ്ടണേ. അടുത്തത് ഇത് എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ കരണ്ടി സ്പൂണൊക്കെ തൂങ്ങിയെടുത്ത ഹാങ്ങിങ് സെറ്റപ്പാണ്. സ്പൂണിനൊക്കെ ഇടൂല്ലേ നമ്മൾ, ചമ്മത്തേക്ക് ഇടും, നമ്മൾ സെറ്റ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ അടുപ്പാണെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രധാനമായിരിക്കും എന്തെന്ന് നോക്കാം. പാത്രം അതെ, രണ്ടടപ്പുണ്ട്. രണ്ട് പാത്രം ഇതിങ്ങനെ അടച്ചു വെക്കണം, ഇതിങ്ങനെ അടച്ചു വെക്കണം. അതുപോലെ രണ്ട് പാത്രവും അടപ്പുണ്ട്. ഓക്കെ, സന്തോഷമായ വെജ് ഐറ്റംസ് ആണ്. ക്യാബേജ്, മുട്ടക്കോസ്. ഇത് 100 ml ഫ്രൂട്ട്സ് ജെല്ലാണ്. ഇത് നമ്മൾ വേവിച്ചോണ്ടിരിക്കുന്ന ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ഇത് ക്യാരറ്റ്. നോക്കൂ, ക്യാരറ്റ് കഴിക്കാനുണ്ട്. ഇത് ടൊമാറ്റോ സോസ്, 20 ഗ്രാമിന്റെ ടൊമാറ്റോ സോസ്. എന്താണ് സോസ്? നല്ല വേറൊരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. ഇതെന്താണെന്ന് അറിയോ? മുട്ട ഓംലെറ്റ്, മുട്ടയുടെ ഓംലെറ്റ്. അത് പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് അവിടെ ടൊമാറ്റോ സോസ് ഇങ്ങനെ ഒഴിച്ച് മീൻ തിന്നണം. തിന്നാനുള്ള സാധനങ്ങളൊക്കെ കാണും. ഇതിരിക്കട്ടെ. ഇനി അടുത്തായിട്ട് അതാണ് പ്രധാന ഐറ്റം. ഇതൊക്കെയാണ് കപ്പ്. ഇത് 2 കപ്പാണ്. 1 കപ്പ് അമ്മയ്ക്ക് ചായ കുടിക്കാനും 1 കപ്പ് ഋതുവിന് ചായ കുടിക്കാനും. ഓക്കെ, ഋതു ചായ കുടിച്ചു. അവിടെ പ്ലേറ്റ് പറഞ്ഞാലും 2 പ്ലേറ്റ് ഉണ്ട്. 1 പ്ലേറ്റ് അമ്മയ്ക്ക്, 1 പ്ലേറ്റ് ഋതു. ഓക്കെ, ഇതാ പൈപ്പ്. അവിടെ പൈപ്പ് മാറ്റി തന്നില്ലേ ആ സാധനത്തിന്. ഇതിനകത്ത് വയ്ക്കുന്നതാണ് പൈപ്പ്. വാഷ് ബേസിന്റെ സൈഡിൽ പൈപ്പ് വേവിക്കാനുള്ള പൈപ്പ്. അവിടെ അടുപ്പ്. ഇത് വാഷ് ബേസിനാണ് പൈപ്പ്. ഓക്കെ, കരണ്ടി ഫോർക്കൊക്കെ ഇടണം. ഫോർക്ക്, കരണ്ടി, ഒരു കോർക്കുണ്ട്, ഒരു നൈഫുണ്ട്,
ഒരു സ്പൂണുണ്ട്. ആ 2 കോർക്കുണ്ട്. 2 കോർക്ക് ചട്ടുക മുട്ട പൊരിക്കണ്ടേ? ചട്ടുക നമുക്ക് ഫസ്റ്റ് മുട്ട പൊരിച്ചാലാ? അപ്പൊ ഋതുവിന്റെ ഫസ്റ്റ് അടുക്കളയിൽ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഋതു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി നമുക്ക് തരില്ലേ? തരോ? കൂട്ടുകാരെ, ഞാൻ അമ്മക്ക് ആകാരം കൊടുക്കണം. മുട്ടയും ഓംലേറ്റും എടുത്ത് കൊടുക്കുകയാണ്. അപ്പൊ അപ്പുറത്തെല്ലാം വയ്ക്കാം. എണ്ണ ഒഴിച്ച് മുട്ട ഒഴിച്ച് നമുക്ക് അടച്ചു വെക്കാം. പൊടിഞ്ഞാന്ന് നോക്കാം. ഇല്ല, ഒന്നുകൂടെ പൊടിയാനായി അപ്പുറത്തിടാൻ പറ്റൂല. കേട്ടോ. ഓ ഞാൻ അപ്പുറത്തിടും. ചായ അമ്മ, ആ ചായ നോക്കട്ടെ. അപ്പോൾ ഋതു ബേബി ആദ്യമായിട്ട് കിച്ചണിൽ കയറി നമുക്ക് ഒരു ഓംലെറ്റും ഒരു ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, ഓർക്കുണ്ടോ? കൊള്ളാം, നല്ല ഓംലെറ്റ്. ചായ കുടിച്ചു നോക്കട്ടെ. സൂപ്പർ ചായ, നല്ല മധുരമൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് ഋതു ബേബിയുടെ കിച്ചൺ സെറ്റ്. ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.